ഈ കഥയില്ലാ ലോകത്തെ രാജകുമാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻ പഴം എന്ന നോവലിന്റെ ചെറിയൊരു ഭാഗമാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ജമീല ബീബി. അബ്ദുൽ കലാം സാഹിബ്. ജമീല, നമ്മൾ ഇറങ്ങാണ്. ഈ പാലൊന്ന് കുടിച്ചിട്ട് പോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേലക്കാരിയുടെ കാര്യമാണോ? അത് നമുക്ക് ശരിയാക്കാം. അതൊന്നല്ല, PA വരെ പഠിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാനാണല്ലോ എൻ്റെ യോഗം. അതൊന്നല്ല, എനിക്ക് ഒരു പൂതി. എന്റെ കുഞ്ഞിന് എന്താ പൂതി? സ്വർണ്ണ പട്ടു സാരി, കാട്ടിൽ പോയി സിംഹത്തിന്റെ പൂട കൊണ്ട് മോതിരം ഉണ്ടാക്കി തരണോ? അതൊന്നും വേണ്ട, എനിക്കൊരു പൂവമ്പഴം തിന്നാൻ ഒരു പൂതി. ഒന്നല്ല, ഒരു കൊല ഞാൻ കൊണ്ടുവരാം. എനിക്ക് 2 എണ്ണം മതി. പിന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കാണ്ട് വേഗം വന്നോളൂ. കാക്കയിരുന്നു വിരുന്നു വിളിച്ചു രാവിലെ തൊട്ടുള്ള ജോലിയാ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴാ ഒന്ന് കെടുക്കാൻ കഴിയും. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഇതുവരെ വന്നിട്ടുമില്ല. എന്റെ റബ്ബേ, ഇവള് വാതിൽ തുറന്നിട്ടിട്ടാണ് ഉറങ്ങുന്നത്. നിങ്ങളെന്താ നനഞ്ഞിട്ട് വന്നേക്കണേ? ഒന്നും പറയണ്ട. അങ്ങാടിയിൽ പോയപ്പോ എവിടെയില്ല. പുഴയ്ക്കക്കരയുള്ള അങ്ങാടിയിലാണെങ്കിലോ തോണിയും പോയി. കുറെ നടന്നു. ഇത് ഇവിടെ ഒറ്റയ്ക്കാണ് വിചാരിച്ചപ്പോൾ നീന്തി ബുദ്ധിമുട്ടി കൊണന്നതാ. പക്ഷെ ഇത് ഞാൻ കൈവിട്ടില്ല. ഇതെന്താ പൂവമ്പഴല്ലല്ലോ, ഓറഞ്ചല്ലേ? എനിക്കൊന്നും വേണ്ട. കരുക്ക്, ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. ഞാൻ പൊന്നും പണമെന്നല്ലല്ലോ ചോദിച്ചേ, ഒരു പൂവമ്പഴല്ലേ? കരുക്ക് ജമീല. എനിക്കൊന്നും വേണ്ട. ഈ ജമീലേക്ക് പൂവമ്പഴം തിന്നാണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. മഹാറാണി ഇങ്ങോട്ട് തിരിഞ്ഞേ. ഹമിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിക്കാൻ. ഞാനാരാ? അബ്ദുൾ റഹ്മാൻ സാഹിബ്. നിന്റെ ആരാ? കെട്ടിയവർ. തൊലി പൊളിച്ച് സാവധാനം നിന്നടി.